ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ടോപ്പിക് പ്രിലിമിനറി എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി ആദ്യത്തെ 1, 2 സ്റ്റേജുകളിൽ പരീക്ഷയുടെ GK ആണ് പരിചയപ്പെടുത്തുന്നത്. അതായത് 2ലും ആവർത്തിച്ചു വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ നോക്കാം. PSCയുടെ ഫൈനൽ ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി. ഇതിൻ്റെ ഉത്തരം D ആണ്. S. സോമനാഥാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. ഉത്തരം A ആണ്. ലീലാതിലകം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഇതിൻ്റെ ഉത്തരം A ആണ്. വിപണനമാണ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ ആണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട്, അതിൻ്റെ ഉത്തരം A ആണ്. ചൈനയിലാണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അതിൻ്റെ ഉത്തരം B ആണ്. പരിസ്ഥിതിയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം A ആണ്. മിതാലി രാജ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ഉത്തരം B ആണ്. ദാമോദർ മൗസോ. അടുത്ത ചോദ്യം നോക്കാം. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഉത്തരം C ആണ്. മീററ്റിലാണ് 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യനാണത്. അടുത്ത ചോദ്യം നോക്കാം. 9, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി 28. 10ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി സ്ഥാപിച്ചത്? ഉത്തരം C ആണ്. 2021 ആണ്. 2021. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇതിൻ്റെ ഉത്തരം D ആണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഇതിൻ്റെ ഉത്തരം C ആണ്. ബ്രസീലാണ്. ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ബ്രസീൽ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം B ആണ്. ആനമുടിയാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. 14, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ഉത്തരം D ആണ്. സാമ്പാർ തടാകമാണ് ശുദ്ധജലം അല്ലാത്ത. 15ാമത്തെ ക്വസ്റ്റ്യൻ, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം A ആണ്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട്. 16, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ
പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാല ഏത്? ഉത്തരം സി, റൂർക്കേല. ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 17ാമത്തെ ചോദ്യം, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡി ആണ്, ഛത്തീസ്ഗഡ്. 18, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ബി ആണ്, സാദിയ ദ്രുബി. 19, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം എ ആണ്, ഹൈദരാബാദാണ്. നോക്കാം. 20, നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തരം ബി ആണ്. 21, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം സി, ബംഗാളി ഭാഷയിലാണ്. 22, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ബി, ആനന്ദമഠം എന്ന നോവലാണ്. 23, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന തെറ്റേത്? ഉത്തരം ഡി ആണ്, മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം എ ആണ്, 2005. അടുത്ത് നോക്കാം 25ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഉത്തരം ബി ആണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 26, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം സി, സോവിയറ്റ് യൂണിയൻ. 'ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയെടുത്താണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം എ ആണ്, ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32ആണ്. 28, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഡി, ആന, കാള, സിംഹം, കുതിര. 29, കൂട്ടത്തിൽ പെടാത്തത്? ഉത്തരം സി ആണ്, സ്വത്തവകാശം. 30ാമത്തെ ചോദ്യം, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം എ ആണ്, 1947 ജൂലൈ 22. 1947 ജൂലൈ 22ആണ്. 11ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഡി ആണ്, സംബാദ് കൗമുദി. 32, 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആര്? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരെ? ഉത്തരം ബി ആണ്, മാഡം ഭിക്കാജി കാമ.
മാഡം ഭിക്കാജി കാമയാണ്. നോക്കാം. 33. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാര്? ഉത്തരമേയാണ് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ്. 34. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരെ? അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം എയാണ് ദാദാഭായ് നവറോജി. 35. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഉത്തരം സി ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. 36. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം ബി ആണ് തിരുവിതാംകൂർ സർവകലാശാല. 37. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം എ ആണ് കേളപ്പൻ. കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. 38. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം സി ആണ് ചട്ടമ്പി സ്വാമികൾ. 39. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ബി ഇടനാട്. 40. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഡി ആണ് ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട കായലാണ്. 41. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏത്? ഉത്തരം എ ആണ് വേമ്പനാട്ട് കായൽ. 41. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം ഡി ആണ് വയനാട്. റെയിൽവേ ഇല്ലാത്ത ജില്ല. 43. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെ? ഉത്തരം ബി ആണ് ചെമ്പഴന്തി. 44. കേരളത്തിലെ ദേശീയ ജലപാത? ഉത്തരം സി ആണ് NW3. 45. 1910 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഉത്തരം ബി ആണ് ഗൗരി പാർവതി ഭായ് ആണ്. 46. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സി ആണ് മന്നത്ത് പത്മനാഭൻ. എല്ലാം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 47. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏത്? ഉത്തരം ഡി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. 'ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാറിൽ. 48. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഉത്തരമേയാണ് ലാഹോറിൽ വെച്ചാണ്. ലാഹോർ. 49. ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഡി ആണ് ബാലഗംഗാധര തിലക്. ലോകമാന്യ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, പല പരീക്ഷകൾ ചോദിക്കുന്നത്. 50. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ഉത്തരം എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്തത് നോക്കാം. 51. ചോദ്യം. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം?
ഉത്തരം ബി ആണ് 1957. 1957. 52. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ സംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെ? ഉത്തരം ഡി ആണ് ജസ്റ്റിസ് ഫസൽ അലി. 53. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം? ഉത്തരം സി ആണ് മീററ്റ്. ആദ്യം ഒന്ന് ചോദിച്ചിട്ടുണ്ട് 1957 കലാപം ആരംഭിച്ചത്. 54. ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ഉത്തരം ബി ആണ് ഓണം. 55. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സി തുലാവർഷം. 56. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ബി ആണ് അംശി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഉത്തരം ബി ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കഴിഞ്ഞ വർഷം വരെ പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല. 58. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം എ ആണ് അയ്യങ്കാളി. 59. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏതാണ്? ഉത്തരം എ ആണ് 1861. 1861. 60. ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി? ഉത്തരം ഡി ആണ് പയ്യന്നൂരാണ്. 61. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 1 ക്ഷയം, 2 ടൈഫോയിഡ്, 3 ചിക്കൻ പോക്സ്, 4 എലിപ്പനി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ് 1 ക്ഷയം, 3 എലിപ്പനി. 62. ചോദ്യം നോക്കാം. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്? ഇത് ഉത്തരം സി ആണ് കോമ്പല്ല്. 63. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയാർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരമേയാണ് ഭൂമിക. 64. ചോദ്യം, സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം സി ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അഭാവം. 65. ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് ഡി പ്ലാസ്മ. ഉത്തരം ഡി ആണ് പ്ലാസ്മ. 66. ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത്? 1 പവിത്ര, 2 അനാമിക, 3 ഹ്രസ്വ, 4 അർക്ക. ഉത്തരം എ ആണ് 2, 4. അതായത് അനാമിക, അർക്ക. 67. ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം സി ആണ് ആന്തോസയനിൻ. 68. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനായി? ഉത്തരം ബി ആണ് ആനന്ദമോഹൻ ചക്രവർത്തി. 69. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി ആണ് കാസർഗോഡാണ്. 70. ചോദ്യം, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്?
ഉത്തരം ഡി ആണ്. 1984. 1984. 71. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം 72ാമത്തെ ക്വസ്റ്റ്യൻ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം. ഉത്തരം ഡി. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ഉത്തരം ബി ആണ്. ലാന്തനോയിഡുകൾ. 74. ഘനജലത്തിന്റെ രാസസൂത്രം ഏത്? ഉത്തരം സി ആണ്. D2O. 75. ക്ലോറോ ഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ക്ലോറോം ഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏതിൽപ്പെടുന്നു? ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് PSCയുടെ ഫൈനൽ ആൻസർ ഒക്കെ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. കറക്റ്റ് ആൻസർ ഇല്ല. ഇത് നോക്കാം. 76. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഉത്തരം ബി ആണ്. സംവഹനം. 77. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം സി. മണ്ണെണ്ണ. 78. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡി. മംഗൾയാൻ. 79. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം എ ആണ്. അപവർത്തനം. 80. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ്. ഉത്തരം ബി ആണ്. ഭ്രമണം. 80. GK ക്വസ്റ്റ്യൻസ് ആണ്. പ്രിലിംസ് പാർട്ട് 1 ആണ്. ആദ്യത്തെ സ്റ്റേജ് 1 ആണ്. അടുത്തത് പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ച GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം എ ആണ്. 1924. 1924. 2. പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരെ? ഉത്തരം സി ആണ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. അടുത്ത വഴി നോക്കാം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? ഇതിൻ്റെ ഉത്തരം ഡി ആണ്. പാഞ്ചാലി ശപഥം. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഉത്തരം ബി ആണ്. മുംബൈ. 5ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? ഉത്തരം ഡി ആണ്. അവകാശ സംരക്ഷണം. 6ാമത്തെ ചോദ്യം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്. നന്ദലാൽ ബോസ്. 7
ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം എ ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എട്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരെ? ഉത്തരം സി ആണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. ഉത്തരം സി ലൂ ആണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. അടുത്ത ചോദ്യം 10, മാരകമായ രോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസാണ്. ഉത്തരം ഡി. 11, ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. 1 കിഴക്ക്, 2 പടിഞ്ഞാറ്, 3 തെക്ക്, 4 വടക്ക്. ഉത്തരം വരുന്നത് ബി ആണ്. 1 സി, അതായത് 1 കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, 2 ഡി പടിഞ്ഞാറ് അറബിക്കടൽ, 3 തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, 4 വടക്ക് ഹിമാലയ പർവ്വതം. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത്. ഉത്തരം എ ആണ് സമതലങ്ങൾ. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. 13, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഉത്തരം ഡി ആണ് ഡെക്കാൻ പീഠഭൂമി. 14, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഉത്തരമാണ് ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടാണ് ജാറിയ. അടുത്ത ചോദ്യം 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 1 കൽക്കരി, 2 വേലി ഊർജ്ജം, 3 ജൈവവാതകം, 4 പെട്രോളിയം, 5 സൗരോർജ്ജം. ഉത്തരം സി ആണ് 2, 3, 5. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഉത്തരം ഡി ആണ് വരുന്നത്. 2, 3, 4, 8. 2 ഗോതമ്പ്, 3 കടുക്, 4 പുകയില, 8 പഴവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. 17, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഉത്തരം ബി ആണ് പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം സി ആണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. 19ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാരെ? ഉത്തരം എ ആണ് വൈകുണ്ഠസ്വാമികൾ. 20, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം ഡി ആണ് 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 21, സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം സി ആണ് 44ാം ഭരണഘടനാ ഭേദഗതി. 22, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം എ ആണ് 42ാം ഭേദഗതി. 23, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശത്തിൻ്റെ പ്രഥമ ചെയർമാനാണ് ഡി രംഗനാഥൻ മിശ്ര. 24ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ഉത്തരം ബി ആണ് 2022 ജൂലൈ 1947.
25 വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശമൽഹാർ രാഗത്തിനാണ്. ഈ ക്വസ്റ്റ്യൻ ബേസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. ഉത്തരം ഡി ആണ്. സത്യമേവ ജയതേ. സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. ഉത്തരം ബി ആന. ദേശീയ പൈതൃക മൃഗമാണ് ആന. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ഉത്തരം സി ആണ് 2005. 29 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം എ ആണ്. പാർട്ട് 4A. 30 റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ. ഉത്തരം ഡി ആണ്. 226 അനുച്ഛേദം. അടുത്ത ചോദ്യം നോക്കാം. 31 INA രൂപീകരിച്ചത് ആരായിരുന്നു? ഉത്തരം എ ആണ്. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു INA രൂപീകരിച്ചത്. അടുത്തത് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാര്? ഉത്തരം എ ആണ്. ലിട്ടൻ പ്രഭു. നോക്കാം. 33 വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം ബി ആണ്. ശാരദാ സദൻ. ശാരദാ സദൻ. 34 ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായി ISRO രൂപീകൃതമായ വർഷം. ഉത്തരം ഡി 1969. 35 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ബി ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 36 നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിരിക്കുന്ന ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം എ ആണ്. ആനന്ദമഠം. അപ്പോൾ ഇതൊക്കെ തന്നെ സ്റ്റേജ് 1ലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് 5ാം ഘട്ടം എഴുതുമ്പോൾ എല്ലാവരും ചോദിച്ചതൊക്കെ ഒന്ന് നോക്കി പോകാം. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. 38 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? ഉത്തരം സി ആണ്. VP മേനോൻ. 39 ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ആയി ആവിഷ്കരിച്ചത് ആരെ? ഉത്തരം സി ആണ്. ദാദാഭായി നവറോജി. ഇത് അതിലും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് 1ൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ, കപ്പലോട്ടിയ തമിഴ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെ? ഉത്തരം ബി ആണ്. VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ള. 41 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം ബി ആണ്. ഇടുക്കി ജില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരായിരുന്നു? ഉത്തരം സി ആണ്. PJ ആൻ്റണി. PJ ആൻ്റണി. 43 ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആര്? ഉത്തരം ഡി ആണ്. MD വത്സമ്മ.
44. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏതിൻ്റെ ഭാഗമാണ്? ഉത്തരം ബി, കുന്തിപ്പുഴ. 45. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ഉത്തരം സി ആണ്, നവീന ശിലായുഗം. 46. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ഉത്തരം എ ആണ്, കണ്ണൂർ. അടുത്ത നോക്കാം. 47. ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം ഡി ആണ്, 1984. 48. ക്വസ്റ്റ്യൻ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഉത്തരം ബി, വയനാട് ജില്ല. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. 49. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഉത്തരം സി ആണ്, കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. അടുത്തത് 50. ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഡി ആണ്, ഷൊർണൂറാണ്. 51. ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാര്? ഉത്തരം ബി ആണ്, വൈകുണ്ഠസ്വാമികളാണ്. 52. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം ഡി, അയ്യങ്കാളിയാണ്. 53. ക്വസ്റ്റ്യൻ. സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ, വൈക്കം സത്യാഗ്രഹം. 54. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. 55. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ഉത്തരം സി ആണ്, ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ്. 56. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായ? ഉത്തരം എ ആണ്, ഗൗരി പാർവതി ഭായ്. വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചതാര്? ഉത്തരം ബി ആണ്, സർദാർ കെ എം പണിക്കരാണ്. 58. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ഉത്തരം ഡി ആണ്, ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിലാണ്. 59. പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരമേണ്, കുമാര ഗുരുദേവൻ. 60. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആയിരുന്നു? ഉത്തരമേയാണ്, ചേറ്റൂർ ശങ്കരൻ നായർ. 61. ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? ഉത്തരം ബി ആണ്, മെനിഞ്ചൈറ്റിസ്. 62. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്, ഹെപ്പറ്റൈറ്റിസ്. 63. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ്? ഉത്തരം സി ആണ്, ഗോയിറ്റർ. 64. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏത്?
ഉത്തരം സി ആണ്. തെന്നി നീങ്ങുന്ന സന്ധ്യ. തെന്നി നീങ്ങുന്ന സന്ധ്യ. 65 കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കൾ തടഞ്ഞു വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരമാണ് ശലഭം പദ്ധതി. 66-ാമത്തെ ക്വസ്റ്റ്യൻ, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം ഏതാണ്? ഉത്തരം ബി ആണ് നിശബ്ദ വസന്തം. നിശബ്ദ വസന്തം. 67 സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഉത്തരം എ ആണ് കുന്തിപ്പുഴ. 68 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി ആണ് കാസർഗോഡ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം ഡി ആണ് പരിസ്ഥിതി പുനഃസ്ഥാപനം. 70 ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഏത്? ഉത്തരം സി ആണ് ഏഴവും. ഇനി 71-ാമത്തെ ചോദ്യം നോക്കാം. ആറ്റത്തിനുള്ള ഉള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1 ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, 2 പ്രോട്ടോൺ ചാർജ് ഇല്ല, 3 പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, 4 ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ് 1ഉം 3ഉം. അതായത് 1 ഇലക്ട്രോണിൽ നെഗറ്റീവ് ചാർജ്, 3 പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. 72-ാമത്തെ ചോദ്യം, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഉത്തരം ഡി ആണ് സിങ്ക്. 73-ാമത്തെ ചോദ്യം, അഷ്ടമ നിയമം ആവിഷ്കരിച്ചതാരെ? ഉത്തരം ബി ആണ് ന്യൂലാൻഡ്സ്. 74-ാമത്തെ ചോദ്യം, ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സി ആണ് ഹൈഡ്രജനും ഓക്സിജനും. 75 തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം? ഉത്തരം ഡി ആണ് PVC. 76 ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഉത്തരം സി ആണ് വികിരണം. 77 സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏവ? ഉത്തരം സി ആണ് 2ഉം 3ഉം മാത്രം. 2 പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. 3 പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. 78-ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ഉത്തരം എ ആണ് 27/3 ദിവസം. 79 പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? ഉത്തരം ഡി ആണ് വർത്തുള ചലനം. 80-ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത്? ഉത്തരം ബി ആണ് നീരാവി. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയാണ് നീരാവി. 80 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രിലിം സ്റ്റേജ് 2ൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ഈ പ്രിലിംസിന് 5ാം ഭാഗം എഴുതുന്ന കൂട്ടുകാർ 2017 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കും, ഇത്രയും 2 സ്റ്റേജ് നോക്കിയതിലും എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇത് PSCയുടെ ഫൈനൽ ആൻസർ കീയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.